നമസ്കാരം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലപ്പോൾ വളരെ ശ്രദ്ധേയമായ രസകരമായ കമൻറ്റുകൾ, അഭിപ്രായ പ്രകടനങ്ങൾ കാണാറുണ്ട്. അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം ഇന്നലെ കാണുവാനിടയായി. രാംദാസ് എന്നൊരു വ്യക്തിയുടെ അഭിപ്രായ പ്രകടനമായിരുന്നു. ആ വ്യക്തി എനിക്ക് വ്യക്തിപരമായി പരിചയമില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഐഡിയ ഞാൻ കാണുന്നതും. ഏതോ ഒരു യൂട്യൂബ് വീഡിയോയുടെ താഴെ വന്ന അഭിപ്രായ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അത് ഇങ്ങനെയാണ്. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിലുള്ളൊരു കമൻറ്റാണ്. രസകരമായൊരു കമൻറ്റാണ്. പ്രേക്ഷകർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. സതീശന് സെഞ്ചുറി, വിജയന് ഇഞ്ചുറി, രാജീവിന് പുഞ്ചിരി. രസകരമായൊരു അഭിപ്രായ പ്രകടനമല്ലേ? സതീശന് സെഞ്ചുറി, വിജയന് ഇഞ്ചുറി, രാജീവിന് പുഞ്ചിരി. കേരളത്തിലെ ഇന്നലെ ഉരുത്തിരിഞ്ഞു വന്ന രാഷ്ട്രീയ സാഹചര്യം ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഉൾക്കൊള്ളുന്നൊരു അഭിപ്രായ പ്രകടനമാണ് അതെന്ന് പറയേണ്ടി വരും. അത് സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനമല്ല, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു വിശകലനമാണ്. ആദ്യം നമുക്ക് ആ കമൻറ്റിൻ്റെ അവസാന ഭാഗത്ത് നിന്ന് തുടങ്ങാം. രാജീവിന് പുഞ്ചിരി. സത്യത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ പുഞ്ചിരിക്കുകയാണോ? തീർച്ചയായും പുഞ്ചിരിക്കുകയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ BJPക്ക് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ചില പാഠങ്ങളും ഈ തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അവഗണിക്കുവാൻ സാധിക്കില്ല. അത് ഇപ്പോൾ ഞാനും നിങ്ങളും ഇങ്ങനെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിൻ്റെ അപ്പുറം അതിന് മുന്നേ തന്നെ BJP നേതൃത്വവും RSS നേതൃത്വവും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുള്ളതും വസ്തുത തന്നെയാണ്. ആ വസ്തുത മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം. രാജീവിന് പുഞ്ചിരി തന്നെയാണ്. കാരണം താമര വിരിയില്ല എന്ന് പറഞ്ഞെടുത്ത്, ഡബിൾ പൂട്ടിട്ട് പൂട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞെടുത്ത് ആ ഡബിൾ പൂട്ടുകളെല്ലാം ഉടച്ച് 3 സീറ്റുകൾ BJP കരസ്ഥമാക്കിയിരിക്കുന്നു. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ. ഇവിടങ്ങളിലൊന്നും പോരാട്ടം അത്ര സരളമായിരുന്നില്ല. ഈ പോരാട്ടത്തിൽ ഏറ്റവും ഭാരം കുറഞ്ഞത് അല്ലെങ്കിൽ തീക്ഷ്ണത കുറഞ്ഞത് നേമത്തെ പോരാട്ടമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കാഠിന്യം നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നേമത്ത് അവസാന നിമിഷം വരെ ഫലങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരുന്നു. കഴക്കൂട്ടത്തേത് വളരെ രൂക്ഷമായ പോരാട്ടമായിരുന്നു, ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമായിരുന്നു. ചാത്തന്നൂർ വളരെ അപ്രതീക്ഷിതമായി എന്നാൽ വളരെ കൃത്യമായ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ BJP നേടിയെടുത്ത മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഈ 3 മണ്ഡലങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ്. ഒപ്പം രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വ പാടവത്തിൻ്റെ ഒരു തെളിവും കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് രാജീവിന് പുഞ്ചിരി എന്നുള്ളത് സത്യമായി ഭവിക്കുന്നത്. ഇനി ഈ 3 മണ്ഡലങ്ങൾ 3 സീറ്റ് നേടിയതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത ശതമാന കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ ശതമാനം കുറഞ്ഞിട്ടില്ലേ? അത്തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായിട്ടില്ലേ? സത്യസന്ധമായൊരു കാര്യം പറയാം. ശതമാന കണക്കുകൾ എല്ലാം കാര്യം മനസ്സിലാക്കുവാനുള്ളൊരു ആദ്യപടി എന്നുള്ളതിനപ്പുറം രാഷ്ട്രീയ നേതൃത്വം, പ്രത്യേകിച്ച് BJPയെ പോലുള്ള കൃത്യതയോടുകൂടി രാഷ്ട്രീയ നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ കക്ഷി കഴിഞ്ഞ കുറേ കാലങ്ങളായി ശതമാന കണക്കുകൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയില്ലേ, അതിനപ്പുറത്തേക്ക് ശതമാന കണക്കുകൾക്ക് അവർ വലിയ പ്രാധാന്യം നൽകുന്നില്ല. കാരണം ഈ ശതമാന കണക്കുകൾ തിരിക്കുവാൻ വളരെ എളുപ്പമാണ്. അതിനപ്പുറത്തേക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്താൽ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട് നേരത്തെ അത് കൃത്യതയോടെ അവർ ചെയ്തില്ല? കേരളം എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഏറ്റവും അവസാനം നമ്മുടെ ധനുഷ് ദേവൻ പറഞ്ഞതുപോലെ ഇലയുടെ അറ്റത്ത് നിന്ന് തൊട്ട് നക്കേണ്ട ഒരു അച്ചാർ മാത്രമാണ്. അതാണ് വാസ്തവം. അത് കൃത്യമായി ഞാൻ ധനുഷ് ദേവൻ പറഞ്ഞതിനോട് യോജിക്കുന്നു. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖരന് കേരളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ്. കാരണം അദ്ദേഹമാണ് സംസ്ഥാന അധ്യക്ഷൻ. ഇനി മുന്നോട്ട് പോകുമ്പോൾ രാജീവ് ചന്ദ്രശേഖരനോട് ഒരു ദേശീയവാദി എന്നുള്ള നിലയിൽ ചില അഭ്യർത്ഥനകൾ നടത്തുവാനും കൂടിയാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ മഞ്ചേശ്വരം, പാലക്കാട്, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ, ആറന്മുള, ഈ 5 മണ്ഡലങ്ങൾ ഒരു വലിയ പാഠം BJPക്ക് നൽകുന്നുണ്ട്. കൃത്യമായിട്ട് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നുള്ളൊരു പദ്ധതിയുമായി മുന്നോട്ടിറങ്ങിയ അതിൻ്റെ ഒരു പരാജയം, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ആ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിനെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുന്നതായി ഭാവിച്ച ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ കൃത്യമായി BJPയോട് ചെയ്തൊരു ചതി വ്യക്തമായി തന്നെ മനസ്സിലാക്കാം. അത് പുറമേ തന്നെ വെളിപ്പെട്ട രീതിയിൽ വന്നൊരു പ്രകടനമാണ്. അത് ആലോചിച്ച് നോക്കുക. ആറന്മുളയിൽ ഓർത്തഡോക്സ് സഭയുടെ മതാധ്യക്ഷന്മാർ തന്നെ, അല്ലെങ്കിൽ മതാധികാരികൾ തന്നെ പരസ്യമായ മാധ്യമങ്ങളുടെ മുമ്പിൽ ആബിൻ വർക്കിയോ വീണ ജോർജോ ആര് ജയിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, രണ്ടും നമ്മുടെ സഭയുടെ ആൾക്കാരല്ലേ, ഇതിലൊന്നും ഒരു വർഗീയതയുമില്ല, ഗുരുവായൂർ ഒരു MLA വേണം, ഹിന്ദു MLA വേണം, ഗുരുവായൂരപ്പൻ്റെ ഭക്തനായൊരു MLA ഉണ്ടാകണം ഗുരുവായൂരിലെന്ന് B. ഗോപാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടാൽ അത് വർഗീയത. ഈ ക്ലിഞ്ഞോ തിരുമേനിമാർ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് വർഗീയതയല്ല. അതാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നുള്ളത് ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക്, ക്രിസ്ത്യൻ മതാധ്യക്ഷന്മാരുടെ അല്ലെങ്കിൽ മതമേലാധികളന്മാരുടെയോ
ഇടയിലേക്കല്ല ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്തേണ്ടത് എന്നുള്ള പാഠം വളരെ കാലമായിട്ട് BJP പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നിരുന്നാലും ജനാധിപത്യപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരാവശ്യകതയെക്കുറിച്ച് BJPക്കുള്ള ഉത്തമ ബോധ്യം കാരണം പലപ്പോഴും അരമനകളിൽ കേക്കുമായി BJP നേതാക്കന്മാർ ചെല്ലാറുണ്ട്. എന്ന് വെച്ച് നാളെ മുതൽ ഈ കേക്കുമായിട്ട് ചെല്ലാതെ അവിടെ കയറി മാർ പ്ലിഞ്ഞോടെ കൂമ്പിനിടിക്കാനല്ല ഞാൻ പറയുന്നത്. അത് BJPയുടെ നേതാക്കൾ ചെയ്യുകയില്ല, അണികളോടാണ് ഈ കാര്യം പറയുന്നത്. നാളെ മുതൽ കേക്ക് മാറ്റി കൂമ്പിനിടി തുടങ്ങാനല്ല പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ മറ്റ് മതമേലധ്യക്ഷന്മാരെ എങ്ങനെ കാണുന്നു അത്തരത്തിൽ തന്നെ കാണുക. കൃത്യമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ചില സമരസങ്ങളുണ്ട്, അവയെല്ലാം ഒഴിവാക്കുക. കാരണം അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് രാജീവ് ചന്ദ്രശേഖരനും BJP കേന്ദ്ര നേതൃത്വത്തിനും അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല. എന്നിരുന്നാലും ഒരു സമവായത്തിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുമോ എന്നുള്ള ശ്രമം BJP എല്ലാ കാലത്തും എല്ലാ പ്രദേശങ്ങളിലും ദീർഘകാലം നടത്തും. അത് കഴിയുമ്പോൾ, ഒരു പരിധി കഴിയുമ്പോൾ അവർ തന്ത്രം മാറ്റും. അങ്ങനെ തന്നെയാണ് അതിപ്പോൾ പശ്ചിമ ബംഗാളിൻ്റെ കാര്യത്തിലായാലും ആസാമിൻ്റെ കാര്യത്തിലായാലും ത്രിപുരയുടെ കാര്യത്തിലായാലും. ഒരു കാര്യം ശ്രദ്ധിക്കുക, നീണ്ട കാലത്തെ പ്രവർത്തന ഫലമായിട്ടാണ് അവിടെയെല്ലാം BJP അധികാരത്തിലെത്തുന്നത്. അതിനിടയിൽ തന്നെ പലതവണ വിജയത്തിനെത്തിയതിനു ശേഷം തിരിഞ്ഞു നോക്കി പലരും, സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത്, BJP അനുഭാവികൾ പോലും എന്തൊക്കെ തന്ത്രങ്ങളാണ് മുൻപ് ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രയോഗിച്ച് അവിടെ പരാജയപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു വിശകലനവും നടത്തില്ല. കാരണം അതിലൊരു താല്പര്യക്കുറവുണ്ട് പ്രേക്ഷകർക്ക്. കാരണം എന്തിനാണ് വെറുതെ മുമ്പുള്ള കാര്യം, ഇപ്പോൾ അധികാരം കിട്ടിയല്ലോ, കൊള്ളാം, ഇനി മുന്നോട്ട് പോവുക. നമ്മൾ ത്രിപുരയുടെ കാര്യത്തിലാണെങ്കിൽ, ആസാമിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഇപ്പോൾ പശ്ചിമ ബംഗാളിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഉത്തർപ്രദേശിൽ മുൻപ്, ഇവിടെയെല്ലാം പരീക്ഷിച്ച് പരാജയപ്പെട്ട നിരവധി തന്ത്രങ്ങളുടെ ഒരു ചരിത്രം തന്നെയുണ്ട്. ആ തന്ത്രങ്ങൾ മാറ്റി ജനാധിപത്യപരമായിട്ടുള്ള രീതികളിലൂടെ അടുത്ത തന്ത്രങ്ങൾ പരീക്ഷിച്ച് രാഷ്ട്രീയമായ കരുനീക്കങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ് BJPയുടെ ഒരു പ്രവർത്തന രീതി. അത്തരത്തിലുള്ളൊരു പ്രവർത്തന രീതി തന്നെയായിരിക്കും ഇനി കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുവാൻ പോകുന്നതെന്നുള്ള കാര്യത്തിലും സംശയമൊന്നും വേണ്ട. പക്ഷേ ഈ ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ദൗർഭാഗ്യവശാൽ പരാജയമായിരുന്നു. പക്ഷേ മറ്റൊരു വശമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മത മേലധ്യക്ഷന്മാരുടെയും മേലാളന്മാരുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. രണ്ട് കൃത്യമായിട്ടുള്ള ഒരു അസറ്റ്സ് എന്ന് പറയാവുന്ന വ്യക്തിത്വങ്ങളെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് BJPക്ക് എന്ന് അഭിമാനത്തോടെ പറയാം. അവർക്ക് PC ജോർജും ഷോൺ ജോർജും. അവരുടെ പരാജയമല്ല ഞാൻ പറയുന്നത്. കൃത്യമായിട്ട് ഒരു കാര്യം ആലോചിച്ചോളൂ, ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരാജയപ്പെട്ടതിൻ്റെ ഒരു ഉദാഹരണം അവർ കൂടിയാണ്. PC ജോർജിനെ പോലെ ക്രിസ്ത്യൻ സഭകളെ പിന്തുണച്ചിട്ടുള്ള, സംരക്ഷിക്കുവാൻ ശ്രമിച്ചിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവും കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഷോൺ ജോർജ് വളരെ സൗമ്യനായിട്ടുള്ള, മാധ്യമങ്ങളുടെ മുമ്പിൽ പക്വതയോടെ പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇവർ അസറ്റ്സ് തന്നെയാണ്. അതായത് സാധാരണ ക്രിസ്ത്യാനികൾ ഇപ്പോഴും അസറ്റ്സ് തന്നെയാണ്. അവരെ ചേർത്ത് പിടിക്കുക, മതമേലധ്യക്ഷന്മാരെ വിട്ടേക്കുക, FCRയെ കൃത്യമായി കൂടുതൽ ശക്തമായ നിയമ നടപടികളോടെ അല്ലെങ്കിൽ നിയമഘടകങ്ങളോടെ നടപ്പാക്കുക. ഇവരെ പൂട്ടാനുള്ളിടത്ത് പൂട്ടുക തന്നെ ചെയ്യുക. ഒരു ദാക്ഷിണ്യവും വിചാരിക്കേണ്ട. കാരണം ഈ അനധികൃതമായ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ളൊരു ലൈസൻസ് അല്ല ഈ കേക്കിലൂടെ BJP ഒരിക്കലും അവർക്ക് നേരെ വെച്ച് നീട്ടുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഈ പ്ലിഞ്ഞോയ്ക്കും സിഫിലിസ് മാർഗോണേറിയസിനും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത്തരത്തിലുള്ള എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ അവർക്കുണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കുക. പക്ഷേ താഴെത്തട്ടിൽ ക്രിസ്ത്യൻസിനികളുടെ ഇടയിലുള്ള ഔട്ട്റീച്ച് തുടങ്ങുക. അരമനയിൽ കേക്കുമായിട്ട് പോകണ്ട. അവരുടെ സാധാ ക്രിസ്ത്യാനികളുടെ പരിഭവങ്ങൾ കേട്ടാൽ മതി. സുരേഷ് ഗോപിയൊക്കെ ചെയ്തതുപോലെ. രാജീവ് ചന്ദ്രശേഖരനുള്ള ഉപദേശമല്ല, സാധാരണ പ്രവർത്തകരോടുള്ള ഉപദേശമാണ്. കൃത്യമായിട്ട് RSS അത്തരത്തിലൊരു നടപടി കയ്യിലെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള പ്രാരംഭ നടപടികൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു എന്നുമാണ് അറിയാൻ കഴിയുന്നത്. ഇത്രയുമാണ് NDAയുടെ തിരഞ്ഞെടുപ്പിലെ പ്രകടനത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിശകലനം. ഇനി LDFിലേക്ക് വരാം. ക്യാപ്റ്റൻ വീണു. ഇനി അടുത്തതാര്? KN ബാലഗോപാലിനാണ് അടുത്ത സാധ്യത. കാരണം ഏറ്റവും തലമുതിർന്ന നേതാവ് അദ്ദേഹമാണ്. ഇപ്പോൾ ജയിച്ച് നിയമസഭയിലെത്തിയിരിക്കുന്നത്. ക്യാപ്റ്റൻ പ്രതിപക്ഷ നേതാവാകുന്നതിനോട് പാർട്ടിക്കുള്ളിൽ തന്നെ ഇനി മുറുമുറുപ്പുകളുണ്ടാവും. പ്രത്യേകിച്ച് ഇത്രയും ദയനീയമായൊരു പരാജയത്തിലേക്ക് പാർട്ടിയെ എത്തിച്ചതിൻ്റെ ഏക ഉത്തരവാദി പിണറായി വിജയൻ എന്ന പരാജിതനായ ഭരണാധികാരിയാണ് എന്നിരിക്കുക. കാരണം ആലോചിച്ച് നോക്കൂ, കൃത്യമായിട്ട് ഏകാധിപത്യ പ്രവണതയോടുകൂടി തന്നെ കള്ളങ്ങൾ പറയുന്നത് പോലും തൻ്റെ അവകാശമാണെന്ന്. 700 കോടി രൂപയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ദുബായ് പ്രളയകാലത്ത് കേരളത്തിന് സഹായം നൽകും എന്ന ഒരു നുണ, അത് മോദി സർക്കാർ തടസ്സപ്പെടുത്തിയത് കൊണ്ടാണ് കിട്ടാത്തത് എന്നുള്ളൊരു പെരും നുണ പറഞ്ഞ് അതിനെക്കുറിച്ചൊരു ചോദ്യം പോലും ചോദിക്കുവാനാകാത്ത തരത്തിലേക്ക്, ഒരു ഭീരുത്വത്തിലേക്ക് കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളെയും തള്ളിവിട്ടൊരു ഏകാധിപത്യ പ്രവണത പിണറായി വിജയൻ ഉണ്ടായിരുന്നു.
ഇല്ല എന്ന് മാധ്യമപ്രവർത്തകർ പറയരുത്. ഈ ഭരണം മാറുമെന്നുള്ളതിൻ്റെ ഒരു ചെറു സൂചന കിട്ടിയപ്പോൾ CM ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാതെ പോകുന്നത് മര്യാദകേടാണ് എന്ന് അവസാന കാലത്ത് ഉണ്ട് എന്ന് കാണിക്കുവാൻ ശ്രമിച്ച നട്ടലിൻ്റെ കാര്യമല്ല പറയുന്നത്. എന്നത് ചോദിക്കണമായിരുന്നു, അന്ന് ചോദിക്കാതെ മുട്ടുപറച്ച് നിന്നത് ഭീരുത്വത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. കൃത്യമായിട്ട് അത്തരത്തിലുള്ള ഏകാധിപത്യ പ്രവണതകൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ സ്ഥായിയായ ദുർമുഖം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഐശ്വര്യമുണ്ടല്ലോ, ഡബിൾ കോട്ട്സിലാണ് ഞാൻ പറയുന്നത്, ഒരു മാൻഡ്രേക്ക് ഇഫക്റ്റും എല്ലാം കൊണ്ടും പാർട്ടി ഒരു പതനത്തിൽ നിന്ന് പതനത്തിലേക്ക് അധലപാതാളത്തിലേക്ക് എത്തിച്ചതിൻ്റെ ഏക ഉത്തരവാദി അദ്ദേഹം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആകുകയാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ലാതെ പാർട്ടി വീണ്ടും അധലപാതാളത്തിൽ നിന്ന് കുഴി കുഴിച്ച് അതിന് താഴെ പാതാളത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. KN ബാലഗോപാലിനെ പ്രതിപക്ഷ നേതാവാക്കിയാൽ അദ്ദേഹം പാർട്ടിയെ ഉയർത്തിക്കൊണ്ടുവന്ന് ലോങ് മാർച്ച് നടത്തി അധികാരം പിടിച്ചെടുക്കുമെന്നല്ല ഞാൻ പറയുന്നത്. പിണറായി വിജയനേക്കാളും ഭേദമായിരിക്കും. പക്ഷേ അപ്പോൾ മുഹമ്മദ് റിയാസിനെ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. മുഹമ്മദ് റിയാസിനെ എന്ത് ചെയ്യും, എന്ത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെ എവിടെ ഇരുത്താൻ പാടില്ല എന്നുള്ളതൊന്നും ഇനി CPIMൻ്റെ ആശങ്കകളല്ല, പിണറായി വിജയൻ്റെ മാത്രം ആശങ്കകളാണ്. കഴിഞ്ഞ മെയ് 3 വരെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശങ്കയായിരുന്നു. ഇനി മുതൽ അങ്ങനെ ആയാൽ പാർട്ടി വീണ്ടും അത് പാർട്ടിയുടെ ആശങ്കയായിട്ട് തന്നെ അവർ ഉൾക്കൊണ്ടാൽ പാർട്ടിയുടെ പരാജയത്തിലേക്ക് വീണ്ടും പതനത്തിൽ നിന്ന് പതനത്തിലേക്ക് അത് കലാശിക്കും. അല്ല എങ്കിൽ KN ബാലഗോപാലിനെ പോലെ ഒരു നേതാവിനെ പ്രതിപക്ഷ നേതാവാക്കി. KN ബാലഗോപാൽ വളരെയധികം പ്രവർത്തനക്ഷമതയുള്ള കാര്യക്ഷമതയുള്ള നേതാവാണെന്നല്ല പറയുന്നത്. പരാജയപ്പെട്ട ഒരു ധനകാര്യമന്ത്രി തന്നെയാണ്. പക്ഷേ അവരുടെ കയ്യിൽ ആൾ വേണ്ടേ? ഒരു ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ അറിയാവുന്ന അതിനുള്ള കാര്യക്ഷമതയുള്ള ഒരു നേതാവ് വേണ്ടേ? അവൈലബിൾ PBയിൽ നിന്നല്ലേ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ തലപ്പത്തിരിക്കുന്നത് മുഴുവൻ ഒരു കാര്യക്ഷമതയില്ലാതെ കഴിവുകെട്ടവരായതുകൊണ്ട് ആ കഴിവുകെട്ടവരിൽ ഏറ്റവും കേട് കുറഞ്ഞ ആളെ നമുക്കൊന്ന് നോക്കാം, അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ മുമ്പിൽ തേച്ച് മിനുക്കി അവതരിപ്പിക്കാൻ പറ്റിയൊരു മുഖത്തെ നമുക്ക് നോക്കാം. അക്കാര്യത്തിൽ KN ബാലഗോപാൽ മിടുക്കനാണ്. കാരണം വളരെ പക്വതയോടെ സൗമ്യതയോടെ സംസാരിക്കുന്ന കാര്യത്തിൽ ഒരു കോടിയേരിയുടെ പ്രതിച്ഛായ, കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രതിച്ഛായ, കോടിയേരിയുടെ കാര്യത്തിലും അതായിരുന്നു. കോടിയേരി പ്രത്യേകിച്ച് വലിയ കഴിവുകളൊന്നുമുള്ള വ്യക്തിയായിരുന്നില്ല. പക്ഷേ മാധ്യമങ്ങളോടും സാധാരണക്കാരോടും ഇടപെടുമ്പോൾ വളരെയധികം സൗമ്യത കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു, ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് പോലും. അത്തരത്തിലുള്ളൊരു പ്രവർത്തന രീതി ബാലഗോപാലിലും കാണുവാൻ സാധിക്കുന്നുണ്ട്. ശൈലജ ടീച്ചർക്ക് അവസരമില്ല പരാജയ കാരണത്താൽ. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ കാലം കഴിഞ്ഞു എന്ന് LDF തീരുമാനിച്ചാൽ, പ്രത്യേകിച്ച് CPIM തീരുമാനിച്ചാൽ, ഒരു പക്ഷേ കനലൊരു തരി എവിടെയെങ്കിലുമൊക്കെ കിടന്ന് കുറച്ചു കാലം കൂടി ഒന്ന് സ്പാർക്ക് അടിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അറബിക്കടലിലേക്കുള്ള വഴി തുറന്നു തന്നെ കിടക്കുന്നുണ്ട്. ഇനി UDFിലേക്കൊന്ന് പെട്ടെന്നൊരു ഓട്ടപ്രദർശനം നടത്തി നമുക്കൊന്ന് അവസാനിപ്പിക്കാം. UDFിൽ മുഖ്യമന്ത്രിക്കായ കസേരയ്ക്കായിട്ടുള്ള വടംവലികൾ തുടങ്ങിക്കഴിഞ്ഞു. VD സതീശനാണ് ഇപ്പോൾ പ്രഥമ പരിഗണന. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ VD സതീശനായിരുന്നു UDFിൻ്റെ ക്യാപ്റ്റൻ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ആർക്കും തർക്കമൊന്നുമില്ല. അല്ലെങ്കിൽ മനോരമയെ പോലുള്ള മാധ്യമങ്ങൾ അത് കൃത്യമായി തന്നെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ കേരള ചരിത്രത്തിലെ സമീപകാലത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായി ജയിച്ചു വന്ന കുഞ്ഞാപ്പ അപ്പുറത്തുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. മതമാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ 23 മണ്ഡലങ്ങളിൽ അവരുടെ പ്രാദേശിക നേതാക്കൾ ഹിന്ദുക്കളുടെ ഒരു വോട്ട് പോലും ആവശ്യമില്ല ഞങ്ങൾക്ക് ജയിക്കുവാനെന്ന് 27 മണ്ഡലങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു. 23 മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗ് അത് പ്രവർത്തിച്ച് കാണിച്ചു. ഈ പറയുന്ന കാര്യത്തിൽ പറയുമ്പോൾ ഒരു കാര്യം അതിൻ്റെ ആനുഷംഗികമായി പറയട്ടെ. ഹിന്ദുക്കളുടെ വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നവർ പറഞ്ഞതിൽ പ്രത്യക്ഷമായി നമുക്ക് നോക്കുമ്പോൾ തോന്നാം, ഒരു ഹിന്ദു പോലും ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിലും ഞങ്ങൾ ജയിക്കുമെന്നാണ് മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക നേതാക്കൾ പറഞ്ഞത് എന്ന്. അങ്ങനെ അല്ലാത്തൊരു സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവരുടെ ഉദ്ദേശം ഒരു ഹിന്ദു പോലും വോട്ട് ചെയ്തില്ല, ഹിന്ദുക്കളുടെ ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് അവർ പറഞ്ഞത്. ഒരുപക്ഷെ ഹിന്ദുക്കളെ ഞങ്ങൾക്ക് പ്രകടിപ്പിച്ച് നിർത്തേണ്ട കാര്യമില്ല, ആ മണ്ടന്മാർ ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്തുകൊള്ളും, ഒരു കണ്ണുകെട്ടിയ അവസ്ഥയിൽ വന്ന് സ്വന്തം തലച്ചോറ് ഉപയോഗിക്കാതെ ചെയ്തുകൊള്ളും എന്നൊരവസ്ഥയിലാണ് അവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷത്തെ അല്ലെങ്കിൽ ഹിന്ദു സമ്മതിദായകരെ അവർ കാണുന്നതെങ്കിലും ചിന്തിച്ചു നോക്കൂ. എന്തായാലും മുസ്ലിം ലീഗ് വളരെ ശക്തമായ ഒരു തലത്തിലാണ്. പക്ഷേ ഇപ്പോൾ പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നൊരു കാര്യമുണ്ട്, 100-ന് മേലെ സീറ്റുകൾ UDFിന് ലഭിച്ചതുകൊണ്ട് മുസ്ലിം ലീഗിനെ പോലുള്ളൊരു ഘടകകക്ഷിക്ക് കോൺഗ്രസ്സിന് മേൽ ചെലുത്താവുന്ന സമ്മർദ്ദത്തിന് ഒരു പരിധി ഉണ്ടാകും പല കാര്യങ്ങളിലും. 63 സീറ്റുകളോളം കോൺഗ്രസ്സിന് കിട്ടിയിട്ടുണ്ട്. അവർ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, കോൺഗ്രസ്സിനെ സംബന്ധിച്ച് ആത്യന്തികമായി എല്ലാ തീരുമാനങ്ങളും ഉണ്ടാകുന്നത് കേന്ദ്രത്തിൽ നിന്നാണ്, വ്യാജ ഗാന്ധി കുടുംബത്തിൽ നിന്നാണ്. ആ വ്യാജ ഗാന്ധി കുടുംബത്തിൻ്റെ അനന്തരാവകാശികളുടെ രാഷ്ട്രീയ ഭാവി
ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ താങ്ങിപ്പിടിച്ചിരിക്കുന്നത് ഇന്ന് മുസ്ലിം ലീഗ് ആണെന്നുള്ള കാര്യം മറന്നു പോകരുത് വയനാട് മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വലിയ കുറവൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനിപ്പോൾ ഒരുപക്ഷെ കോൺഗ്രസ്സിന് 71 സീറ്റുകൾ ലഭിച്ചിരുന്നെങ്കിൽ പോലും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമ്മർദ്ദത്തിൻ്റെ ശക്തിക്ക് വലിയ കുറവുകളൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അത്തരത്തിലൊരു വളരെ കൗതുകകരമായ, എന്നാൽ കേരളം പുതിയ ഒരു ദുർഭരണത്തിൻ്റെ കീഴിലേക്ക് പോവുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രി പദവിയിലേക്ക് വരികയാണ്. അതുകൊണ്ട് കേരളീയർക്ക് അഭിനന്ദനങ്ങൾ. പുതിയ രീതിയിലുള്ള പീഡനങ്ങൾക്കും ഒരു കെടുകാര്യസ്ഥതയ്ക്കും ഒരു ഭരണ ദുർവിനിയോഗത്തിന്, അധികാര ദുർവിനിയോഗത്തിൻ്റെയും ഒക്കെ പുതുകാഴ്ചകൾക്കായി കേരളത്തിന് കാത്തിരിക്കാമെന്ന് തന്നെ തോന്നുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ച് 2 വ്യക്തികൾ ഉണർന്നെഴുന്നേൽക്കണം. ഇതൊരു തമാശയായിട്ടാണ് പറയുന്നത്. ഈ തിരഞ്ഞെടുപ്പോടുകൂടി ഓട്ടക്കാലണയുടെ അവസ്ഥയിലായിപ്പോയ 2 സമുദായ നേതാക്കളുണ്ട്. അവരൊന്ന് ഉണർന്നെഴുന്നേൽക്കണം. കാരണം വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും 2 പേരുടെയും വാക്കുകൾക്ക് കേരളത്തിൽ യാതൊരു വിലയുമില്ല എന്നുള്ളത് ഈ തിരഞ്ഞെടുപ്പ് തെളിയിച്ചു കഴിഞ്ഞു. ഇനി ഏതെങ്കിലും ഒരു തരത്തിൽ അവർക്കൊരു തിരിച്ചുവരവ് വേണമെങ്കിൽ അവർ സമ്മർദ്ദം ചെലുത്തി രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണം. രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് നാളെ മുതൽ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് തരും ദിവസവും എന്നല്ല ഞാൻ പറയുന്നത്. നമുക്കൊരു കൗതുകം, അങ്ങനെ അടി നടക്കട്ടപ്പ. കാരണം ഈ ഒരു ഖജനാവ് എന്തായാലും കട്ടുമുടിക്കും, അഴിമതി രൂക്ഷമാകും. ഈ KSRTCയിൽ അവർ പറഞ്ഞ വാഗ്ദാനം പാലിച്ച് സൗജന്യ യാത്ര നടപ്പാക്കിയാൽ, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കിയാൽ ഒരു വർഷത്തിനുള്ളിൽ KSRTC പൂട്ടിക്കിട്ടും. അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാകും. ആ സമയത്ത് അങ്ങനെ ദുരിതത്തിന് മേൽ ദുരിതം ഇങ്ങനെ അടുങ്ങി നമ്മുടെ തലയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് നമുക്ക് വേണ്ടേ? ഇത്തരത്തിലുള്ളൊരു അടി അവിടെ നടക്കട്ടെ. കാരണം ഈ ഓട്ടക്കാലണകളെയും കൊണ്ട് എന്തെങ്കിലും പ്രയോജനം വേണ്ടേ? ഇതിൽ തന്നെ വെള്ളാപ്പള്ളി നടേശന് കുറച്ചുകൂടി മൂല്യമുണ്ട്. സുകുമാരൻ നായരുടെ കാര്യമാണ് കഷ്ടം. അടിസ്ഥാനപരമായിട്ട് മന്നം സമാധിയുടെ വാതിൽക്കലെ ഒരു കാവൽക്കാരൻ എന്നുള്ളതിൽ അത്ര വില പോലും ഇപ്പോൾ അദ്ദേഹത്തിനുണ്ടോ എന്ന് സംശയമാണ്. അവരൊന്ന് സടകുടഞ്ഞെഴുന്നേറ്റാൽ കുറച്ചുകൂടി കേരളീയ സമൂഹത്തിനൊരു വിനോദോപാധി ഒരല്പം കൂടി നീണ്ട കാലത്തേക്ക് ലഭിക്കും. അതൊന്ന് ആരെങ്കിലും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നന്നായിരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ വിശകലനങ്ങൾ ഇനിയും ഉണ്ടാവും. കാരണം ഈ ഒരു തിരഞ്ഞെടുപ്പ് 5 സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഒരു അനുരണങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. തീരുമാനങ്ങൾ ഇതുവരെ ആയിട്ടില്ല. പ്രത്യേകിച്ച് തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? വിജയ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യം ഏകദേശം തീർച്ചയാണ്. പക്ഷേ വിജയ് എങ്ങനെ മുഖ്യമന്ത്രിയാവും? അവിടെയാണ് ചോദ്യം കിടക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ വിശകലനങ്ങൾ ഉടനെ തന്നെ ഉണ്ടാകും. തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ ആ വിശകലനങ്ങളുമായി താമസിയാതെ എത്തുന്നതാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.